ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ചുനാൾ തങ്ങിയ ദുര്യോധനനും ശകുനിയും ഹസ്തിനപുരത്തേക്ക് തിരിക്കുന്നതിന് മുമ്പായി ഒരു ദിവസം മയൻ നിർമ്മിച്ച അത്ഭുതകരമായ സഭാമന്ദിരം നടന്നു കണ്ടു. ഹസ്തിനപുരിയിലെ സഭാമന്ദിരത്തെക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമായ ഈ സഭാമന്ദിരം കണ്ട മാത്രയിൽ തന്നെ ദുര്യോധനൻ അസൂയ കൊണ്ട് അന്ധനായിത്തീർന്നു. സഭ സന്ദർശിക്കുന്നവർക്ക് സ്ഥല ജലഭ്രമം ഉണ്ടാകുന്ന തരത്തിൽ മയന്റെ നിർമ്മാണ തന്ത്രത്താൽ ദുര്യോധനനും ശകുനിയും വെട്ടിലായി. വെള്ളമില്ലാത്ത സ്ഥലം കണ്ട് വെള്ളമുണ്ടെന്ന് കരുതി മുട്ടറ്റം വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടന്ന ദുര്യോധനനും ശകുനിയും വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് കരുതി നടന്നപ്പോൾ ചെന്നു ചാടിയതോ കഴുത്തോളം വെള്ളത്തിൽ. ആ കാഴ്ച കണ്ട പാണ്ഡവർക്കും പാഞ്ചാലിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പാണ്ഡവരുടെ പരിഹാസവും കൂടി ആയപ്പോൾ ശരിക്കും ക്രുദ്ധനായാണ് ദുര്യോധനൻ ശകുനിയോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയത്. ധനത്തിൻ്റെ കാര്യത്തിലായാലും ശക്തിയുടെ കാര്യത്തിലായാലും പാണ്ഡവരോട് കിടപിടിക്കാനാവില്ലെന്നുള്ള ചിന്ത ദുര്യോധനനെ ശരിക്കും ആത്മഹത്യാ പരുവമാക്കി. പാണ്ഡവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള വഴി ശകുനിയുമായി ആലോചിച്ചു. നേരിട്ടുള്ള യുദ്ധത്തിൽ പാണ്ഡവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. യുധിഷ്ഠിര ചക്രവർത്തിക്ക് ചൂതുകളിലുള്ള കമ്പം മുതലെടുത്ത് കള്ളച്ചൂതിൽ പാണ്ഡവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് ശകുനി ഏറ്റു. ശകുനിയും ദുര്യോധനനും കൂടി ചൂത് കളിക്കാൻ അനുവാദത്തിനായി ധൃതരാഷ്ട്രരെ നയത്തിൽ സമീപിച്ചു. പുത്രന്റെ ആവശ്യമറിഞ്ഞ ധൃതരാഷ്ട്രർ വിതുരരുമായി കൂടിയാലോചിച്ചു. ചൂതുകളി നാശത്തിനുള്ള വഴിയായതിനാൽ അതിനൊരിക്കലും അനുവാദം നൽകരുതെന്ന് വിതുരർ ധൃതരാഷ്ട്രരെ ഉപദേശിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന ദുര്യോധനന്റെ ഭീഷണിക്ക് വഴങ്ങി ധൃതരാഷ്ട്രർ അനുമതി നൽകി. ദുര്യോധനന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ള ധൃതരാഷ്ട്രർ ചൂതുകളിക്കായി പാണ്ഡവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വിതുരരോട് കൽപ്പിച്ചു. മനസ്സോടെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ വിതുരർ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചുകൊണ്ട് പാണ്ഡവരോട് പറഞ്ഞു: ചൂതുകളി ഒരിക്കലും നന്മയേകയില്ല, അത് നാശത്തിന് മാത്രമുള്ളതാണ്. കൗരവരുടെ ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുര്യോധനന് വേണ്ടി പകിട ഉയർത്തുന്നത് ശകുനിയാണ്. അയാളാകട്ടെ കള്ളക്കളിയിൽ വിരുദ്ധനാണ്. വിതുരർ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണെങ്കിലും ക്ഷണം നിരാകരിക്കാൻ കഴിയാത്ത യുധിഷ്ഠിരൻ അനുജന്മാരോടും പാഞ്ചാലിയോടും പരിവാരങ്ങളോടും കൂടി ഹസ്തിനപുരിയിലെത്തി. ധർമ്മപുത്രർ പറഞ്ഞു: ചതി പ്രയോഗിക്കാതെയുള്ള കളിയാണെങ്കിൽ ഞാൻ തയ്യാർ. യുധിഷ്ഠിരന്റെ വാക്കുകൾ കൗരവർക്ക് സ്വീകാര്യമായി. ചൂതുകളിക്കുള്ള കളമൊരുങ്ങി, കരുക്കൾ നിരന്നു, പകിട ഉരുട്ടി കളിയും തുടങ്ങി. ദുര്യോധനന് വേണ്ടി പകിട ഉരുട്ടുന്നത് ശകുനിയാണ്, പന്ത്യം വയ്ക്കുന്നത് ദുര്യോധനനും. ശകുനിയുടെ ചതിപ്രയോഗത്തെ ശുദ്ധനായ യുധിഷ്ഠിരന് നേരിടാൻ പറ്റുന്നില്ല. അടിക്കടി യുധിഷ്ഠിര ചക്രവർത്തി തോറ്റുകൊണ്ടേയിരുന്നു. ഫലമോ ഭൂമി, സൈന്യം, സമ്പത്ത് ഇവയിൽ തുടങ്ങി കളിയുടെ ആവേശത്തിൽ അനിയന്മാരെയും പണയപ്പെടുത്തിയ യുധിഷ്ഠിരൻ ശകുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദ്രൗപദിയെയും പണയപ്പെടുത്തി. പഞ്ചപാണ്ഡവർ മാത്രമല്ല, പാഞ്ചാലിയും കൗരവരുടെ അടിമകളായി.